तो सबको मेरा नमस्कार। मैं आप लोगों को नेशनल अकादमी की ओर स्वागत करते हैं। तो हमने पहले कुछ पाठ पढ़ा है, कुछ कालों के कवियों और कवियों के ग्रंथों के बारे में पढ़ा है। हिंदी में कितने काल है? आदिकाल, ഭക്തികാല്, രീതികാല്, പിന്നെ ഛായാവാദം, ഉത്തർഛായാവാദം എന്നൊക്കെ നിങ്ങൾ പഠിച്ച ചില കവികളെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നയി കവിത. അതായത് നയി കവിത എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ സബ്കോ മാലൂം ഹോഗാ കി വോ നയാ ഹെ, പുതിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നയി കവിതയിൽ നിങ്ങൾക്ക് രണ്ട് കവികളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ, അജ്ഞേയ എന്ന് അദ്ദേഹത്തിൻ്റെ ചുരുക്കി പറയാം. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം അജ്ഞേയ. രണ്ടാമത്തത് ഭവാനി പ്രസാദ് മിശ്ര. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് മിശ്ര എന്നുള്ളത്. ഇവരുടെ രണ്ട് കവിതകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നയി കവിത എന്നുമൊക്കെ തുടങ്ങി, അതായത് 1950 അതിൻ്റെ ആരംഭം കുറിച്ചെങ്കിലും ശരി, 1954 അത് പ്രകാശനം ചെയ്യുന്നത്. മറ്റു കവിതകളിൽ നിന്ന് ഇതിന് വ്യത്യാസം എന്താ വെച്ചാൽ, ये तो आकार में छोटा है और विषय तो सामाजिक और व्यक्तिगत है. അതിലെ വിഷയങ്ങൾ സാമൂഹികവും വ്യക്തിഗതവുമായിട്ടാണ്. പണ്ടത്തതൊക്കെ രാജാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടും ഭക്തിയെ സംബന്ധിക്കുന്നതും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ശൃംഗാര രസമൊക്കെ നടന്നതായിരുന്നു. എന്നാൽ ഈ പിന്നെ ഉത്തർഛായാവാദിൽ ഇതുപോലെ സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ പുതിയ കവിതയ്ക്ക് വിഷയമില്ലാത്ത പ്രശ്നമില്ല. ജോ കരെ ജോ കഹെ ജോ ദേഖെ സബ് കുച്ച് വിഷയ ഹോ ജാത്താ ഹെ. കാണുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് വിഷയമായി കിട്ടും. അപ്പോൾ പറഞ്ഞു, ഇത് ആകാർമൻ ചോട്ടാ ഹെ. ആകാർ എന്ന് പറഞ്ഞാൽ ആകൃതിയിൽ ചെറുതാണ്. പണ്ട് കാലത്തൊക്കെ മഹാകാവ്യങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നു എഴുതുന്നത്. ഇത് 1-2 പേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു വ്യത്യാസം. പിന്നെ സാമൂഹികമായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളാണ് വിഷയങ്ങൾ. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് നയി കവിതയ്ക്കുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കവികളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ, അദ്ദേഹത്തിൻ്റെ ചുരുക്ക പേര് അജ്ഞേയ. അദ്ദേഹത്തിൻ്റെ നദി കാ ദ്വീപ് എന്ന് പറയുന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ നദി കാ ദ്വീപ് എന്ന് പറയുന്നത് നദിയിലെ ദ്വീപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 4 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെയാണ് ദ്വീപ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയും ഒരു ഉപദ്വീപാണ്. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടീച്ചർ വെറുതെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ദ്വീപും നദിയും, അവിടെ എന്താണ്, ദ്വീപിനെയും നദിയെയും പ്രകൃതിയെയും മാനവീകരണം ചെയ്യുന്നത്. ദ്വീപ്, നദി, പ്രകൃതി. ദ്വീപ് ഇവിടുന്ന് ഉണ്ടാകുന്ന നദിയിൽ നിന്നാണ്. നദിയാണ് ദ്വീപിനെ ഉണ്ടാക്കുന്നത്. ആ ദ്വീപിൻ്റെ സംരക്ഷണം ആരാ ചെയ്യുന്നത്? പ്രകൃതിയാണ്. അപ്പം ആ നദി, ദ്വീപ്, പ്രകൃതി, അപ്പം ഇത് 3 മത്ലബ് ഭൂഖണ്ഡം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ നദി ഉണ്ടാക്കുന്നു ദ്വീപിനെ. അപ്പം അത് അമ്മയുടെ സ്ഥാനം. അപ്പം ആ ഉണ്ടായത് നദിയിൽ നിന്നായതുകൊണ്ട് നദിയുടെ ശിശുവായിട്ട് ദ്വീപിനെ കാണുന്നു. ആ ദ്വീപിന് വേണ്ടതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പം സംരക്ഷണം ഭൂഖണ്ഡത്തിന്. അപ്പം ആരായി? സംരക്ഷിക്കുന്ന വ്യക്തി പിതാവുമായി കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ നദി, ദ്വീപ്, ഭൂഖണ്ഡം 3 കൂടെ വന്നപ്പോൾ എന്തായി? അമ്മ, ശിശു, പിത. ഈ 3 രൂപത്തിലാണ് കവി അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കവിതയാണ്, നല്ല രസകരമായിട്ടുള്ളതാണ്. അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം. ആവോ ഹം സബ് നാഷണൽ അക്കാദമി സെ ഇൻ സബ് കാ പാഠ് കരേംഗെ. അപ്പോൾ അത് നമുക്ക് നിങ്ങൾ വന്നാൽ നമുക്ക് എടുക്കുന്നതും അത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതുമായിരിക്കും. ഇനി അടുത്ത കവിത ഭവാനി പ്രസാദ് മിശ്രിൻ്റെതാണ്. ഭവാനി പ്രസാദ് മിശ്ര ഇതുപോലെ നല്ലൊരു മാനവീകരൺ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സത്പുടാക്കെ ഘന ജംഗൾ. അതിൽ ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് ജംഗൾ. നമ്മൾ കാടെന്ന് പറഞ്ഞാൽ ഭീകരത്തല്ലേ, പേടിയായി തോന്നും. അതിലേക്കാണ്ട് പോവാനോ എടുക്കാനോ നോക്കാനോ അതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് അടുക്കാൻ ഭയം തോന്നും. ലേക്കിൻ യഹാ കവിനെ യെ ബതായാ ഹെ കി യെ ജംഗൾ ബി ദുനിയാ കെ ഏക് അംശ ഹെ.
ये जंगल नहीं है, मनुഷ്യत्व नहीं है. നിങ്ങൾക്കറിയാം, പരിസ്ഥിതിയെ പറ്റി പഠിക്കുമ്പോൾ കാടും പിന്നെന്താ മരങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു തത്വം കവി ഇതിലും തന്നിട്ടുണ്ട്. क्या है, जंगल एक दुनिया का एक अंश है. അതിൽ അതായത് ഒരുപാട് ജീവജാലങ്ങൾ ഈ ദുനിയാമേ ഉന്മേ ഏക് ഹെ മനുഷ്യ. അതായത് മനുഷ്യ जिस प्रकार अपना आवश्य और क्या है इच्छाएं सब कुछ पूर्ण करता है इस दुनिया से, उसी प्रकार इस दुनिया के सभी जीवजालों को भी होना चाहिए. നമ്മൾ വിചാരിക്കും മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ലോകത്തിൽ എല്ലാവിധ സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ പാടുള്ളൂ എന്നോ. नहीं, कारण क्या है, ये इतने छोटा कीड़ भी इस दुनिया का एक अंश है. उसे इस दुनिया में जीना है, इसलिए उनको भी उसका हद देना चाहिए. നമുക്ക് മാത്രമല്ല ഉള്ളത്, ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഈ സൃഷ്ടിയുടെ അല്ല പ്രകൃതിയുടെ സൃഷ്ടിയാണ്. അതിലൊന്നാണ് നമ്മളെന്നർത്ഥം. അപ്പം ഈ കാട്ടിൽ കവി ചെന്ന് കാണുന്നതോ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലാണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയണത്. കാട്ടിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വായുവിന് പോലും എടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാഴ്ചയാണ് കവി പറയുന്നത്. അത്രയും ഘോർ വൻ ഹെ. നിങ്ങൾ വനം കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല. എന്നിപ്പോൾ വനം കാണണമെങ്കിൽ എവിടെ പോകണം എന്ന് അറിഞ്ഞൂടാ. പണ്ട് ഒരു വലിയൊരു വീടൊക്കെ ആണെങ്കിൽ വലിയ പഴയ തറവാടാണെന്ന് വെച്ചാൽ അതിന് ഒരു 3-4 നാഗക്കാവുകൾ തന്നെ ഉണ്ടാവും. ഇന്ന് ആ നാഗക്കാവുകളുടെ സ്ഥാനത്തൊക്കെ വീടുകൾ വെച്ച് കഴിഞ്ഞു. और ശ്മശാൻ കെ സ്ഥാൻ പർ ബി ഘർ ഹെ. ശ്മശാനങ്ങളും ഉണ്ടായിരിക്കും പണ്ട് കാലത്തൊക്കെ ഓരോ വീടിന്. എന്നാൽ ഇന്ന് ശ്മശാനവും ഇല്ല, കാടും ഇല്ല, ഒന്നുമില്ല, നാഗത്തറയില്ല, നാഗവും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ക്യോ? इसका कारण तुम्हें मालूम है, इसलिए मैं यहाँ नहीं बताती हूँ. അപ്പോൾ അതിനുള്ള കാരണം നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അതെല്ലാം നശിപ്പിച്ച് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പന ഘർ ബനാത്ത ഹെ, സ്വസ്ഥ ജീവൻ ബിതാത്തെ ഹെ. അപ്പോൾ എന്നാൽ കവി പറയുന്നത് എന്താണ്, വൻ നെയ്ത്തോ മനുഷ്യനെയീ ഹെ. വനമില്ലെങ്കിൽ മനുഷ്യനില്ല എന്നാണ് കവി പറയുന്നത്. ഇസ്കാ കാരണം ക്യാ ഹെ, വനമില്ലെങ്കിൽ മനുഷ്യനില്ല. നിങ്ങൾ ആ 8 9 ഉണ്ട്, നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറയും, നോട്ടീസ് പിന്നെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ പറയില്ലേ? പരിസ്ഥിതി മലിനീകരണത്തെ പറ്റിയിട്ട് ഉണ്ടാക്കാൻ പറയും, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെ പറ്റി ഉണ്ടാക്കാൻ പറയൂ, ഒക്കെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറയില്ലേ? അതിലൊന്ന് തന്നെയാണ്, വനം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം സസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്നത്. സസ്യങ്ങളില്ലെങ്കിൽ ഈ അന്തരീക്ഷം മുഴുവൻ മലിനമായി തീരും. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം വനമാണ്. പിന്നെ വേറെ എന്നുള്ള ജലമാണ്. ജലവും വേണം. ഈ ജലവും വരുന്ന എവിടുന്ന, കാടുകളിൽ നിന്നും മലകളിൽ നിന്നുമാണ് വരുന്നത്. ये सतपुड़ा के घने जंगल में कवि ये सब कुछ देखता है. ഒരേ ഭാഗത്തു കൂടെ നദി ഇങ്ങനെ ഒഴുകി വരുന്നു, മറുഭാഗത്ത് മൃഗങ്ങളുണ്ട്, മറുഭാഗത്ത് സാമ്പുകളുണ്ട്, സർപ്പങ്ങളുണ്ട്, ചെറിയ ചെറിയ ജീവികളുണ്ട്, ഒന്നൊന്നിനെ പിടിച്ച് തിന്നുന്നുണ്ട്. ये सब कुछ तो उसमें देखता है. ये सब एक साथ मिलकर रहते हैं. लेकिन हमारे जगत, നമ്മളുടെ നാട്ടിലാണെങ്കിലോ, നാട്ടിൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയില്ല. तो कवि कहते हैं कि मनुष्य के जैसे इन जीवों को जंगल में हो या कहीं भी हो, കാട്ടിലായാലും വേണ്ടില്ല, വേറുള്ളിടത്തില എവിടെയായാലും വേണ്ടില്ല, उन्हें भी हमें जीने का हक देना चाहिए. അപ്പം നമ്മളെപ്പോലെ തന്നെ അവർക്ക് ഈ ലോകത്തിൽ എവിടെയായാലും ജീവിക്കാനുള്ള അധികാരം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ സത്പുടാക്കെ ഗാവ് എന്നുള്ള സത്പുടാക്കെ ഘനെ ജംഗൽ, സത്പുട എന്ന് പറയുന്ന 7 പർവ്വതങ്ങളോട് കൂടിയ എന്നുള്ള അർത്ഥം കൊണ്ടാട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ കാടിൻ്റെ ഉപയോഗിതയും ഭീകരതയും എന്താ പറയുക, വല്ല അപാകത ഉണ്ടെന്ന് ഇതെല്ലാം കവി അതിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 കവിതകളാണ് നിങ്ങൾക്ക് തന്നെ ഈ കവിത എന്നുള്ളതിൽ പഠിക്കാനുള്ള. ആവോ ഹമാരെ സാത്ത് ജോഡോ जोड़कर ये सब पढ़कर चले जाइए. हम सब तुम्हारी मदद करने के लिए सदा समय तैयार है. आइए पढ़ो और चलिए. अच्छा, तो ये सुनकर इतना समय मेरे साथ बिताने के लिए तुम सब लोगों का मेरा नमस्कार और धन्यवाद करती हूँ.